ലോകമെമ്പാടുമുള്ള ഈ വിനോദസഞ്ചാരികൾക്ക് ഒരു പറുദീസയായിരുന്നു കേരളം. നല്ല ഭൂപ്രകൃതി, നല്ല കാലാവസ്ഥ, പടിഞ്ഞാറോട്ടൊഴുകുന്ന 44 നദികൾ, കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ, ധാരാളം സമുദ്രതീരങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഉപ്പുവെള്ളമുള്ള തടാകങ്ങൾ, കുട്ടനാടൻ പാടശേഖരങ്ങൾ, കുട്ടനാട്ടിലെ ജലാശയങ്ങളിലൂടെയുള്ള യാത്ര. ഇത് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത സംഭവങ്ങളാണ്. അതുപോലെ നെൽകൃഷി, തെങ്ങ്, കുരുമുളക്, കവുങ്ങ്, ഇത് ഒരുപാട് നാണ്യവിളകൾ, ഈ കൃഷി, നമുക്ക് വേണ്ട ആഹാര സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിരീതികൾ. പക്ഷേ ഇതെല്ലാം മറിച്ചാണ് സംഭവിച്ചത്. കാരണം കുട്ടനാടൻ പാടശേഖരങ്ങളിൽ പോലും നെല്ലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു. നമ്മൾ തെങ്ങ്, കവുങ്ങ്, കുരുമുളക് ഇതൊക്കെ വെട്ടി നശിപ്പിച്ച് റബ്ബർ വെച്ചു. നമ്മുടെ ആഹാര രീതികളിൽ മാറ്റമുണ്ടായി. നമ്മുടെ അടുക്കളകൾ ഔഷധശാലകളായിരുന്നു. മഞ്ഞളും കറിവേപ്പിലയും ഇഞ്ചിയും ഇതെല്ലാം കൂടെ നിറഞ്ഞ ഒരു നല്ലൊരു ആഹാര രീതി നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മലയാളി മാറി. അതിൻ്റെ ഫലമായി സംഭവിച്ചത് വലിയൊരു ദുരന്തമാണ്. കാരണം ജീവിതശൈലി രോഗങ്ങൾ മലയാളികളെ കൂട്ടത്തോടെ ബാധിക്കുന്ന ഒരവസ്ഥയെത്തി. പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ കേരളം ലോക തലസ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹൃദ്രോഗങ്ങളും ഉയർന്ന രക്തസമ്മർദ്ദവും നിരവധി പേരെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു. പൊണ്ണത്തടി വേറൊരു പ്രശ്നമാണ്. ഹൃദയാഘാതങ്ങളുടെ ഫലമായി യുവാക്കൾ പോലും മരണമടയുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് നമ്മളാരും തിരിഞ്ഞു നോക്കാറില്ല. ഇവിടെ പലപ്പോഴും നമ്മളിപ്പോൾ ഈ മണ്ടരി കാറ്റുവീഴ്ച കാരണം നമ്മുടെ തെങ്ങുകളില്ല, നെൽകൃഷി ഇല്ലാതായി. പച്ചക്കറിയുടെ കാര്യം നമ്മൾ പറയാതിരിക്കുക ഭേദം. കീടനാശിനികളും രാസവളങ്ങൾ ഉപയോഗിച്ച് എൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് സത്യത്തിൽ ഇവിടുത്തെ ഈ സംഭവിച്ച നമ്മുടെ ആരോഗ്യ മേഖലയിൽ സംഭവിച്ച അടിസ്ഥാന കാരണം. നമ്മുടെ ജീവിതശൈലി ആകെ മാറിപ്പോയി, ആഹാര രീതി മാറിപ്പോയി. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു സംഭവം, നമുക്ക് നമ്മുടേതായ ചികിത്സാ രീതികളുണ്ടായിരുന്നു. ഇപ്പോൾ ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ ഭാരതത്തിൻ്റെ ദേശീയ ചികിത്സാ സമ്പ്രദായമാണെങ്കിലും അഷ്ടവൈദ്യ പാരമ്പര്യം എന്ന് പറഞ്ഞ് കേരളത്തിന് മാത്രമായൊരു ചികിത്സാ സംവിധാനം ഉണ്ടായിരുന്നു, ചികിത്സാ രീതികളുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വിദ്യാസമ്പന്നരാണ്, പൂർണ്ണമായി സാക്ഷരത നേടിയവരാണ് എന്ന് അഹങ്കരിക്കുന്നതോടൊപ്പം നമ്മളിപ്പോൾ ആരോഗ്യം മുഴുവൻ പരസ്യങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഈ ആഹാരം വിട്ടിട്ട് ഈ തടി കുറയാൻ മരുന്നുകൾ, തടി കൂടാൻ മരുന്നുകൾ, ഈ രോഗത്തിന് മരുന്നുകൾ, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ മരുന്നുകൾ, ഇതിൻ്റെ പുറകെ ഓടുന്നു പ്രബുദ്ധരായ മലയാളികൾ. നമ്മൾ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പോലും പരസ്യങ്ങളിലൂടെ കാണുന്ന മരുന്നുകളെ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊരു വലിയ വിപത്താണ്. ഈ മുടി വളരാനായാൽ പോലും മുഖകാന്തി വർദ്ധിപ്പിക്കാനായാൽ പോലും അടിസ്ഥാന ഔഷധം എന്ന് പറയുന്നത് സമീകൃത ആഹാരമാണ്. ഇത് ഓരോരുത്തർക്കും എങ്ങനെയാണ് വേണ്ടത് എന്ന് കൃത്യമായി നമ്മുടെ ഡോക്ടർമാർ പറഞ്ഞു തരാൻ തയ്യാറാണ്. പക്ഷേ ഈ പ്രബുദ്ധരായ മലയാളികൾ, സാക്ഷരരായ മലയാളികൾ, സംസ്കാര സമ്പന്നരായ മലയാളികൾ പരസ്യത്തിന് പുറകെ ഓടുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. മാത്രമല്ല, ഇത്തരം അവകാശവാദങ്ങൾ ചികിത്സാരംഗത്ത് അവകാശപ്പെട്ടുകൊണ്ട് പരസ്യങ്ങൾ കൊടുക്കരുത് നിയമമുണ്ട്. പക്ഷേ മലയാളി ചിന്തിക്കാൻ ഇനിയും വൈകിക്കൂടാ, അതാണ് പറയാനുള്ളത്.